ിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ സ്തുതി പറയുമ്പോൾ, നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അത്ഭുത മന്ത്രിയായ ദൈവം ഹല്ലേലൂയ തന്റെ ദൂതന്മാരെയും കൊണ്ട് ഇറങ്ങി വന്ന് സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്തെ അന്തരീക്ഷം മാറ്റുക, നമ്മുടെ മുറിക്കകത്തെ അന്തരീക്ഷം മാറ്റുക, നമ്മുടെ കുടുംബത്തിനകത്തെ അന്തരീക്ഷം മാറ്റുക. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. ഒരു കൂട്ടം ജനം കർത്താവിന് സ്തോത്രം പറഞ്ഞപ്പോൾ യെരിഹോയുടെ മതില് താഴെ വീണു. ഹല്ലേലൂയ. 2 ആണുങ്ങള് അവരെ ജയിലിനകത്ത് പൂട്ടിയിട്ടിരിക്കുവായിരുന്നു. പക്ഷെ അവര് സ്തോത്രം പറഞ്ഞപ്പോൾ അവരുടെ ചങ്ങല മാത്രമല്ല, അവരുടെ ചുറ്റിനു വരുന്നവരുടെ ചങ്ങലകൾ പൊട്ടിമാറി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആരാധനയിലും സ്തുതിയിലും സ്വർഗത്തിനെ നമുക്ക് താഴെ ഇറക്കി കൊണ്ടുവരാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കൂടെ നമുക്കൊന്ന് ആരാധിക്കാം. ഹാ 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 ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, Wonderful Jesus. Hallelujah. യേശുവിന്റെ നാമം എത്ര അത്ഭുതകരമായ നാമം. യേശുവിന്റെ നാമം സകലത്തിന്റെയും മേളിൽ വാഴുന്ന നാമം. ഹല്ലേലൂയ. സകല ഡിപ്രഷന്റെയും, സകല പ്രശ്നങ്ങളുടെയും, സകല ടെൻഷന്റെയും, സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മേളിൽ വാഴുന്ന എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. ഓൾ ഗ്ലോറി ടു ജീസസ്. എന്ന് നമ്മള് ചിന്തയ്ക്ക് എടുക്കുന്ന ഒരു വചനം 2 കൊരിന്ത്യരുടെ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3-ാം തിരുവാക്യം. ഹല്ലേലൂയ. 2 Corinthians chapter 10 verse number 3. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, we are human but we don't wage war as humans do. എന്ന് വായിച്ചു കേൾക്കാം. ഞങ്ങള് ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ആമേൻ, ഞങ്ങള് പോരാടുന്നത് ജഡം പോരാടുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് എന്റെ പോരാട്ടം ജഡത്തിനെ പോലെ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്മമനുഷ്യരാകാൻ വേണ്ടിയാ. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം തിരുവാക്യം 12 വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ അതിന്റെ 1-ാം അധ്യായം ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 12. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ 12-ാം തിരുവചനം. But all who believed him and accepted him, he gave the right to become children of God. എന്ന് വായിച്ചേ. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പം ദൈവമോ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 4:24, John chapter 4 verse 24. For God is spirit, so those who worship him must worship in spirit and in truth. എന്ന് വായിച്ചേ. അപ്പൊ ദൈവം ആരാണ്? ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പം ദൈവം ആത്മാവാകുന്നു.
ഈ ദൈവത്തിനെ യേശുക്രിസ്തു വഴി നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളാകുന്നു. അല്ലേ? അപ്പം ദൈവം ആത്മാവാണെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചത് ആത്മാവിന്റെ ശുശ്രൂഷയിൽ കൂടാ നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ യോഹന്നാൻ 1:13 അതൊന്ന് വായിക്കാം. 1:13 ജോൺ 1:13 they are reborn. അവർ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ്? രക്തത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ. ആമേൻ. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ? ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവായ ദൈവത്തിന്റെ വചനം ഞാൻ സ്വീകരിക്കുകയും ദൈവത്തിനെ ഞാൻ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവ പൈതലാകുന്നു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിക്കുന്നു. ഞാൻ വീണ്ടും ജനിക്കുന്നത് മനുഷ്യന്റെ രീതിയിലല്ല, ജഡത്തിന്റെ ഇഷ്ടത്തിലല്ല, പക്ഷെ ഞാൻ വീണ്ടും ജനിക്കുന്നത് ആത്മാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അത്രേ ഞാൻ ജനിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ഞാൻ ജഡത്തിലല്ല വീണ്ടും ജനിക്കുന്നത്, ഞാൻ വീണ്ടും ജനിക്കുന്ന ആത്മാവായ ദൈവത്തിന്റെ ആത്മശക്തിയോടെ ഞാൻ ജനിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ജനിച്ച വ്യക്തി ജഡമനുഷ്യനല്ല, ഞാനൊരു ആത്മ മനുഷ്യനാ. കണ്ടോ എന്താ കാരണം? എന്റെ പുതിയ സൃഷ്ടിയുടെ പിതാവ് സ്വർഗത്തിലിരിക്കുന്ന അപ്പായ. സ്വർഗത്തിലെ അപ്പായെ കുറിച്ച് വചനം പറയുന്നു, സ്വർഗത്തിലെ അപ്പ ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവ് പ്രസവിക്കുന്നത് ആത്മാവിനെയാ. സ്തോത്രം. ഞാൻ വചനം കേട്ട് രക്ഷ പ്രാപിച്ച പുതിയ സൃഷ്ടി എന്ന് പറയുന്ന ഞാൻ ജഡമനുഷ്യനല്ല. ഹല്ലേലൂയ. ഒരു ജഡമല്ല ഞാൻ, പക്ഷേ ആത്മമനുഷ്യനാ. ഹല്ലേലൂയ. കണ്ടോ? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ആത്മാവാ. അതുകൊണ്ട് ഞാൻ ആത്മമനുഷ്യനാ. സ്തോത്രം. അപ്പൊ ഇനി മടങ്ങി വരാം. 2 കൊരിന്ത്യർ 10:3 പറഞ്ഞു, നാം ജഡത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും നാം ഭൂമിയില് ജഡം കൊണ്ടല്ലേ, നമ്മളൊക്കെ ഫ്ലഷ്ലി പീപ്പിളാ. നമ്മളെ തൊട്ടാൽ നമുക്ക് പിച്ചിയാൽ നമുക്ക് വേദനയുണ്ട്, നമ്മളെ കുത്തിയാൽ വേദനയുണ്ട്, നമ്മളെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് സ്നേഹം തോന്നും, അല്ലേ? നമ്മൾ ജഡമനുഷ്യനാ. നമുക്ക് വിശന്നാൽ നമ്മൾ ബഹളം വെക്കും, നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് ദാഹമുണ്ട്. നമ്മൾ ആഹാരം കഴിച്ചാലേ നമ്മുടെ വിശപ്പ് അടങ്ങത്തുള്ളൂ. ഭക്ഷണം നോക്കിക്കൊണ്ടിരുന്നാൽ വിശപ്പ് അടങ്ങത്തില്ല. ചിലപ്പം ഭക്ഷണം നോക്കിക്കൊണ്ടിരുന്നാൽ എത്ര വയറ് നിറച്ച് കഴിച്ചതാണെങ്കിലും ഭക്ഷണം നോക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പം വിശപ്പുണ്ടാവും, വായിൽ വെള്ളം വന്നിരിക്കും, അല്ലെ? ചിലപ്പം വിശന്നിരുന്നാ ഇത് കേൾക്കുന്നെങ്കിൽ ആഹാരം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം വായി വെള്ളം വന്നിരിക്കും, ചിലപ്പോൾ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തുന്നിരിക്കും, അല്ലെ? ജഡമനുഷ്യരാ. അപ്പം ജഡത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നെങ്കിലും ഹല്ലേലൂയ, നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജഡമനുഷ്യനെ പോലല്ല. പക്ഷെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആത്മമനുഷ്യനെ പോലെ. എന്താ? നമ്മൾ വീണ്ടും ജനിച്ച വ്യക്തികളാ. ഞാൻ പറയുന്ന ഈ റൂട്ട് മനസ്സിലാകണം. ഞാൻ വീണ്ടും ജനിച്ചത് യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ കൈക്കൊണ്ടു. യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വചനത്തിനെ വിശ്വസിച്ചു, വചനത്തിനെ കൈക്കൊണ്ടു. യേശുവാണ് വചനം. ഈ വചനം ഞാൻ കേട്ടു, ഞാൻ കേട്ട വചനം ഞാൻ വിശ്വസിച്ചു, ഞാൻ കേട്ട വചനത്തിനെ ഞാൻ കൈക്കൊണ്ടു. ഹല്ലേലൂയ. ഈ വചനം ആയ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ക്രിസ്തുവായ വചനത്തിനെ ഞാൻ കേട്ടു, ഞാൻ വിശ്വസിച്ചു, ഞാൻ അതെന്റെ സ്വന്തമാക്കി. ഞാൻ പറഞ്ഞു, ഇത് എന്നോടാ സംസാരിക്കുന്നേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിനെ സ്വീകരിച്ച് ഏറ്റെടുത്തപ്പോൾ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. എന്റെ ഹൃദയത്തിനകത്തേക്ക് ഈ വചനം കയറി, ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി. ഞാൻ പിന്നെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ, കരയുവാണെങ്കിൽ ഞാൻ പറയും, എന്താ കർത്താവേ ഇങ്ങനെ എന്ന് ചോദിക്കും. ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കുവാണെങ്കിൽ ഞാൻ പറയും, എന്റെ യേശുവേ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കും, അല്ലെ? ഞാനൊരു വഴിയിൽ പോണെങ്കിൽ ഞാൻ ചോദിക്കും, കർത്താവിന് ഇഷ്ടമാകുമോ ഞാനത് ചെയ്യുന്നേ എന്ന് ചോദിക്കും, അല്ലെ? പലവരും പറയും, അയ്യോ യേശുവിനെ അറിഞ്ഞതിനെ പിന്നെ ഒന്നും കൂടെ കൺഫ്യൂഷൻ ആയി എന്ന് പറയും. എന്താ? അവർക്ക് സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് അവർ പറയും കൺഫ്യൂഷൻ ആയി എന്ന് പറയും. പക്ഷെ അവരെന്ത് ചെയ്യും? എന്താണെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിലും അല്ലേലും അവർ കർത്താവിനോട് ചോദിക്കും, അല്ലെ? യേശുവിന് ഇത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നേ? നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മളുടെ മനസ്സിൽ കൂടെ ഓടുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ യേശുവിനെ പോലെ, അല്ലെങ്കിൽ യേശുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയിത്തീരുക. പക്ഷെ ഇനി നമുക്ക് യുദ്ധത്തിലേക്ക് വരാം. എന്ന് വെച്ചാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു യുദ്ധക്കളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാ പറയുന്നത്. പറയുക, യുദ്ധം ചെയ്യുവാണെങ്കിൽ, കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ, 10:3 2 കൊരിന്ത്യർ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പൊ ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്, അല്ലെ? ആ യുദ്ധം നമ്മൾ എങ്ങനെയാ നേരിടുന്നത്? മനുഷ്യരെ പോലല്ല.
അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പലവരും ഓർക്കുമോ ഈ പോരാട്ടം എന്ന് പറയുന്ന പിശാചിനോടുള്ള പോരാട്ടമാണ്. അതവിടെ നിൽക്കട്ടെ, പിശാചിനെ അവിടെ ഒരു മിനിറ്റ് നമുക്കൊന്ന് വെറുതെ അവിടെ നിർത്താം, മിണ്ടാതിരിക്കാം, അവനെ കുറിച്ചൊന്നും ഇപ്പം പറയണ്ട. പക്ഷെ നമുക്കൊന്ന് നോക്കാം, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒന്ന് നോക്കാം. ഞാൻ സാധാരണ ജീവിതത്തിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഞാൻ 2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം അതൊന്ന് ഇച്ചിരി ഒന്ന് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് അതിനെ ഒന്ന് സാമ്യമാക്കി ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കൊരു 9-10 വയസ്സുള്ളപ്പം എന്റെ സഹോദരൻ എന്നെക്കാട്ടിൽ ഒരു 5 വയസ്സിന് ഇളയതാ. അപ്പൊ 6 അപ്പം ഞങ്ങള് തമ്മില് എനിക്കൊരിക്കലും ഒരു 10 വയസ്സുള്ളപ്പോ അവനൊരു 4-5 വയസ്സുണ്ട്. അപ്പം അവന് ഒരു 4-5 വയസ്സുള്ളപ്പോ അവൻ KG പ്രെപ്പിൽ പഠിക്കുന്ന സമയത്ത് അവൻ നേരത്തെ, അപ്പം ഞങ്ങൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ ഇന്നും അതെ അന്നും അതെ 2 ഷിഫ്റ്റാ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഇതൊരു മുസ്ലിം കൺട്രിയാണ്. അത് കാരണം പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഒരേ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അഥവാ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 2 ബ്ലോക്കിൽ അറ്റൻഡ് ചെയ്യണം. വളരെ ചില സ്കൂളുകൾക്ക് ഒരുമിച്ച് ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പം അവൻ കുഞ്ഞായിരുന്നത് കാരണം 1-ാം ക്ലാസ് കഴിഞ്ഞ ആൺപിള്ളേരൊക്കെ ഉച്ചയ്ക്കായിരുന്നു. പക്ഷെ അവന് KG പ്രെപ്പിലാ പഠിക്കുന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അവൻ നേരത്തെ സ്കൂളിൽ നിന്ന് ഞാൻ വന്നതിന്റെ ഒപ്പം അവനും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ താമസിക്കുന്ന വീടിന്റെ പുറത്ത് പുഴിമണ്ണുണ്ടായിരുന്നു. ഇപ്പോഴേ എല്ലായിടത്തും പുഴിമണ്ണൊക്കെ നികത്തി മാറ്റിയൊക്കെ ഫുട്പാത്തും കാര്യങ്ങളും ഒക്കെയാ. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിക്ക് ഒരുപാട് പുഴിമണ്ണുണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടെ അവിടെ ഒരു 4 മണി 5 മണിയാകുമ്പം കൂടും. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ കളിക്കും. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഈ മണ്ണിനെയൊക്കെ കുഴച്ച് വെച്ചൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ എറിഞ്ഞ് കളിക്കും. അങ്ങനെ കുറെ ഞങ്ങൾ കളിക്കും. അപ്പൊ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള പിള്ളേരും ഒക്കെ ഇറങ്ങി വരും. ഞങ്ങൾ കുറെ മലയാളീസ് ആയിരുന്നു ആ ഏരിയയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സെറ്റ് കൂട്ടുകാരുണ്ടായിരുന്നു. അതിനകത്ത് അവര് ഒരു വീട്ടിൽ നിന്ന് 3 പിള്ളേരുണ്ടായിരുന്നു. മൂത്ത പെൺകൊച്ച് എന്റെ പ്രായവും അതിന്റെ താഴെയുള്ള 2 പിള്ളേർ എന്റെ ബ്രദറിന്റെ പ്രായവും. അവര് ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. ഒരു പെണ്ണും ഒരു ആണും ഇരട്ട കുഞ്ഞുങ്ങൾ. അപ്പം ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ സഹോദരന്റെ മുടി ഇങ്ങനെ ശൂലം പിടിച്ച മുടിയായിരുന്നു. നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി. അപ്പം എന്റെ മമ്മി എപ്പോഴും എണ്ണ തേച്ച് അതിനെ ഇങ്ങനെ ഒതുക്കി വെക്കാൻ ശ്രമിക്കും. അപ്പൊ എന്നും തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചൊക്കെയാ സ്കൂളിൽ നിന്ന് വന്നൊക്കെ കഴിഞ്ഞ് വെക്കുന്നത്. അപ്പൊ അവന് അന്നത്തെ ദിവസം കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവനെ വൈകിട്ട് കുളിപ്പിക്കും. അപ്പം കളിക്കാനൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പം തലേ ദിവസം തേച്ച എണ്ണ ഉണ്ട് തലയില്. അവനെ കളിച്ചുകൊണ്ടിരുന്ന വിയർപ്പുണ്ട് അവന്റെ തലയില്. നല്ല കട്ടിയുള്ള മുടിയാ അവന്റെ, ശൂലം പോലെ ഇങ്ങനെ നിൽക്കുന്ന മുടിയാ അവന്റെ, നല്ല ഉള്ളുള്ള മുടിയും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന്റെ ഇടയിൽ എന്തോ വഴക്കുണ്ടായിട്ട് ഈ 3 സഹോദരങ്ങൾ എന്ത് ചെയ്തു, അവര് കുറച്ച് മണ്ണൊക്കെ ഒരു ഗ്ലാസ്സിനകത്തൊക്കെ എടുത്ത് നേരെ കൊണ്ടുവന്ന്, അവൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, കുനിഞ്ഞു കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അവന്റെ തല വഴി കോരി അങ്ങ് ഇട്ടു. തല വഴിയിട്ട് ഇവന്റെ കണ്ണിനകത്ത് വന്നു, ഇവന്റെ മുടിയിലെല്ലാം വന്നു. ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. ഞാനും ഒരു കൊച്ചു കുഞ്ഞ, 9-10 വയസ്സേ ഉള്ളു എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്റെ ബ്രദറിനെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇവരോട് ഞാനും വഴക്കിട്ടു. എന്റെ ബ്രദറും കരഞ്ഞു. അവനെ കരയിപ്പിച്ചെന്നുള്ള സങ്കടം എനിക്ക്. ഞങ്ങൾ എന്നിട്ട് അന്നത്തെ ദിവസം കളിക്കാതെ ഞങ്ങൾ വീട്ടിനകത്ത് കയറിപ്പോയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഞാൻ എന്റെ അപ്പ വരുമ്പോ എന്റെ അപ്പായോട് പറഞ്ഞു കൊടുക്കും, എന്റെ അപ്പ നിങ്ങളെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കിട്ട് എന്റെ ബ്രദറിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി. ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ. എന്റെ മമ്മി വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്ന് അവനെ കുളിപ്പിച്ചു, അവന്റെ തലയിലെ ഇതെല്ലാം കളഞ്ഞു, വൃത്തിയാക്കി എടുത്തു. അപ്പായി മമ്മി ആരോടും വഴക്കിടാനും ഒന്നും പോയില്ല. ഞങ്ങൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞെല്ലാം കഴിഞ്ഞ് അപ്പൊ എന്റെ അകത്തെ ദേഷ്യം മാറിയിട്ടില്ല. ഞാൻ കൊച്ചു കുഞ്ഞാ, എന്റെ അകത്ത് ഭയങ്കര ദേഷ്യം കിടക്കുക. ഞാൻ എന്ത് ചെയ്തു, എന്റെ ദേഷ്യം തീർക്കാൻ എനിക്കറിയാവുന്ന ഒരു വഴിയേ ഉള്ളായിരുന്നു. ഇവരുടെ വീടിന്റെ ജനല് ഞങ്ങളുടെ കോമ്പൗണ്ടിലോട്ടാണ് നോക്കുന്നത്. ആ ജനല് തുറന്നാൽ ഞങ്ങളുടെ വീട്ടിനകത്തെ ഞങ്ങൾക്കൊരു ചെറിയൊരു മിറ്റം ഉണ്ടായിരുന്നു. ആ മിറ്റം കാണാമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാവുന്ന ഒരു കാര്യമേ ഉള്ളായിരുന്നു. അവരുടെ ജനലയില് ഒരു നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് ഞാനൊരു ഒരു വലിയ കത്രിക എടുത്തിട്ട് ആരും കാണാതെ മിണ്ടാതെ അങ്ങ് മുറിച്ചങ്ങ് വെച്ചു. നല്ല വൃത്തിയായിട്ട് അങ്ങ് മുറിച്ചു വെച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നുവെച്ചാൽ എന്റെ കുഞ്ഞു മനസ്സിൽ എന്റെ ദേഷ്യം ഞാൻ തീർത്തു. എന്റെ ബ്രദറിനോട് അവർ ചെയ്ത പക ഞാൻ വീട്ടി. എന്റെ മനസ്സിൽ ഞാൻ ജസ്റ്റിസ് കണ്ടെത്തി. മനസ്സിലായോ?
അന്നെ രാത്രിയില് ആ അങ്കിള് എന്റെ അപ്പായോട് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പം അപ്പ എന്നെ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പായും മമ്മി എന്നെ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. എല്ലാം കേട്ടു. എന്നിട്ട് അപ്പായും അങ്ങ് പറഞ്ഞു, ഇന്നതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാ, സാരമില്ല, പിള്ളേരല്ലേ, അതങ്ങ് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം സമാധാനമാക്കി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെല്ലാം സമാധാനിപ്പിച്ച്, എന്നെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരിക്കലും ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ കുഞ്ഞുനാളിൽ എന്റെ അറിവില്ലായ്മയിൽ ഞാൻ അങ്ങനെ ചെയ്തു. എന്റെ മനസ്സിൽ അതൊരു വലിയ, ഞാൻ എന്തോ അന്ന് നേടി എന്നുള്ള ഇതിലായിരുന്നു. ഞാൻ പിന്നെ പ്രായമായപ്പോ ഞാൻ ആ സന്ദർഭം ഞാൻ ഓർത്തപ്പോ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അതെന്തൊരു മോശമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഞാൻ എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളോടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരും കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ. കർത്താവിന്റെ കൃപയാൽ. അപ്പം എന്തിനാ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയത് കുഞ്ഞുങ്ങളോട്? അവര് ഒരിക്കലും അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ. ഓക്കെ, ഞാൻ പ്രായമായി, ഞാൻ യേശുവിനെ അറിഞ്ഞു. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പം പിന്നെ എന്റെ വായിന്ന് വീഴുന്ന സംസാരങ്ങളൊക്കെ സൂക്ഷിക്കണം. പക്ഷെ പലപ്പോഴും നമ്മള് ജഡത്തിൽ സഞ്ചരിക്കുന്നു എന്ന് വചനം നമ്മളോട് പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ അപ്പൊ അവിടെ ഒരു യുദ്ധമായിരുന്നു. എന്റെ കുഞ്ഞു പ്രായത്തിൽ ആ യുദ്ധം ഞാൻ അങ്ങനെ നേരിട്ടു. പക്ഷെ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ യുദ്ധം വേറൊരു വിധത്തില. പക്ഷെ പലപ്പോഴും നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പറയും, പിന്നെ നമ്മളോട് അങ്ങനെ ചെയ്യുന്നവരോട് നമ്മൾ എങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോ ഈ ജൂണില്, ഈ 2024 ജൂണില് ഒരു കാര്യം നടന്ന എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിന്റെ പാർക്കിങ്ങിൽ ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് താഴെ. ആ പാർക്കിംഗ് ലോട്ടില് വേറെ ആരോ വന്ന് വണ്ടി കൊണ്ടുവന്നിട്ടു. രാത്രിയില് 9:30 ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ പാർക്കിംഗ് പ്ലേസിൽ വണ്ടി കിടക്കുന്നു. അപ്പം കുറെ ഇങ്ങനെ സ്കെഡ്യൂളൊക്കെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടാ വന്നത്. രാത്രി വന്നിട്ട് പെട്ടെന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിള്ളേരെ കയറ്റി കിടത്തണം, അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകാനുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ ഓർഡറിൽ നടക്കണം. ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ 10:30 11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേക്കാൻ പോലും കഷ്ടപ്പാടാ. അപ്പൊ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ദേണ്ട ആരും അവിടെ വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവരുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓൺ അടിച്ചിട്ട് ആരും വരുന്നില്ല, ഒന്നും സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ആർക്കും ഒന്നും അറിയത്തില്ല ഇവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ വണ്ടി നല്ല മിടുക്കിയായിട്ട് ഞാൻ അവരുടെ വണ്ടിയുടെ മുമ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി അവർക്ക് ഇത് വണ്ടി ഊരണമെങ്കിൽ എന്നെ വിളിക്കാതെ പറ്റത്തില്ല. ഓക്കെ, ഞങ്ങളെല്ലാരും വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് എനിക്ക് മനസ്സിരുന്നില്ല. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാന് എന്റെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചോണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഞാൻ എഴുതി അവിടെ വെച്ചേക്കാം, അഥവാ അവര് വരുവാണെങ്കിൽ അവര് എന്നെ വിളിക്കും, അപ്പൊ ഞാൻ വണ്ടി മാറ്റാം. അപ്പൊ ഞാൻ സമാധാനമായിട്ടൊക്കെയാ ഞാൻ ഇറങ്ങിച്ചെന്നത്. ഞാൻ ഇറങ്ങിച്ചെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അവരെ ഞാൻ കണ്ടാല് ഞാൻ ഒന്നും പറയത്തില്ല, ഞാൻ മിണ്ടാതെ എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ മാറും, എന്നിട്ട് അവർ ഇറങ്ങി പൊക്കോളും. ഞാൻ എന്റെ മനസ്സിൽ ഇതെല്ലാം ഞാൻ ചിത്രം കണ്ടു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം ഇവരവിടെ നിപ്പുണ്ടായിരുന്നു. ഇവരവിടെ നിൽക്കുമ്പം ഞാൻ കർത്താവിനോട് ഞാൻ സ്തോത്രം പറയണമായിരുന്നു. ഞാൻ സ്തോത്രം പറയാൻ വിട്ടുപോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടാ ഞാൻ അവിടെ ചെന്നത്. ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ട് അവിടെ ചെന്ന് താഴെ ചെന്ന് ഞാൻ ഇവരെ കണ്ടപ്പം എന്റെ മനസ്സിൽ ഞാൻ ഒരുക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ഇവരെ കണ്ടപ്പം എന്റെ അകത്തുനിന്ന് ടീച്ചർ എന്നുള്ള വ്യക്തി പുറത്തു വന്നു. രണ്ട് കൊച്ചു പിള്ളേരെ ശാസിക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോ ഇവര് ചെറുപ്പക്കാര്, രണ്ട് ആണുങ്ങള്, ചെറുപ്പക്കാര് രണ്ടാണുങ്ങൾ. എനിക്ക് തോന്നുന്നു 10, 30, 32 വയസ്സ്, 35 വയസ്സിൽ കൂടുതലൊന്നും കാണത്തില്ല. അപ്പൊ എന്ത് പറ്റി, എന്റെ അകത്തെ ടീച്ചർ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താ ചെയ്തതെന്ന്? രാത്രിയിൽ ഈ സമയം ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവരാ, നിങ്ങൾ ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്താൽ എന്ത് കഷ്ടപ്പാടാ എന്നൊക്കെ പറഞ്ഞ് എന്റെ അകത്ത് എന്തോ ഒരു ശബ്ദം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ മിണ്ടാതിരുത്തി. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞെല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സമാധാനമായി. അതിന്റെ ഐക്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തലയൊക്കെ കുനിച്ച് എന്നോട് പറഞ്ഞു, സോറി മാം, വെരി സോറി, വി വിൽ നോട്ട് ഡു ദിസ് അഗൈൻ, വെരി സോറി എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൂപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ജഡം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ എന്നിട്ട് എന്റെ കാറൊക്കെ എടുത്ത് മാറ്റി ഇവർക്ക് സമയം കൊടുത്തു. ഇവരെ ഊരിക്കൊണ്ടുപോയി ഞാൻ എന്റെ കാർ അവിടെ കൊണ്ടുവന്നിട്ടു. ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാന് തിരിച്ച് വീട്ടിൽ വന്നു. ഞാന് പരിശുദ്ധാത്മാവിനോട് ഞാൻ നല്ല മിടുക്കിയായിട്ടൊക്കെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. ഞാനൊന്നും ശബ്ദം കേട്ടില്ല. ഞാൻ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു. ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. സാധാരണ പരിശുദ്ധാത്മാവ് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുന്നതാ, ഒന്നും പറഞ്ഞില്ല.
അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. എനിക്ക് പരിശുദ്ധാത്മാവിനോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. ഞാൻ കണക്ഷൻ കിട്ടാത്തപ്പോ ഞാൻ ചോദിച്ചു, കർത്താവെ എന്താ പറ്റിയത്? കർത്താവ് പെട്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു. എന്നെ ഈ 2 ചെറുപ്പക്കാരുടെ മുഖം കാണിച്ചിട്ട്, അവര് സോറി പറഞ്ഞ മുഖം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതുപോലാണോ നീ സംസാരിച്ചതെന്ന് ചോദിച്ചു. എന്നെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞ് ഞാൻ ഒന്നും പറയത്തില്ല, ഞാൻ മിണ്ടാതെ വണ്ടി എടുത്തുകൊണ്ട് മാറാം എന്നൊക്കെ. പക്ഷെ ഇവരെ കണ്ടപ്പോ എന്റെ ജഡം അവിടെ ഞാൻ എന്ന വ്യക്തി പൊങ്ങി വന്നു. സ്തോത്രം. ഞാൻ കർത്താവിനോട് ഞാൻ രാവിലെ ഞാൻ എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഐ എം വെരി സോറി. ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞു. പിന്നെ ആ റിലേഷൻഷിപ്പ് റിസ്റ്റോർഡ് ആയി. ഞാൻ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിസ്റ്റോർഡ് ആയി. ഹല്ലേലൂയ. ഞാൻ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്തപ്പം ആരോ എന്നോട് പറഞ്ഞു അവർക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായതും പറഞ്ഞു. കർത്താവിന് മഹത്വം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചെടുത്തു. ഞാൻ അവിടെ ഒരു യുദ്ധമായിരുന്നു. എന്റെ കുഞ്ഞുനാളിൽ യുദ്ധം ചെയ്തതുപോലെ എനിക്ക് പ്രായമായപ്പം യേശുവിനെ അറിഞ്ഞപ്പം ഇനി എനിക്ക് അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്റെ അടിസ്ഥാനം, എന്റെ ഇമോഷനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ വികാരങ്ങളെ കുറിച്ച് ഞാൻ അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. യുദ്ധത്തിനകത്താ, നമ്മൾ എപ്പോഴും യുദ്ധത്തിനകത്താ. പിശാച് 2 കൊമ്പും ഒരു വാലും വെച്ചോണ്ട്, ചുമന്ന വേഷവും വെച്ചോണ്ട്, പല്ലും കൂർപ്പിച്ചോണ്ട് വരത്തില്ല. സ്തോത്രം. നമ്മളുടെ മുമ്പിൽ വരുന്ന യുദ്ധങ്ങളൊക്കെ വരുന്നത് ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളാ വരുന്നത്. ചിലപ്പം വീട്ടിനകത്ത് ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും ഭർത്താവിന് ഇങ്ങനെ ദേഷ്യം പൊങ്ങി വരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അതിനെ കണ്ടില്ല കേട്ടില്ല ആ ഇമോഷനകത്തൂടെ പ്രതികരിച്ചാൽ യുദ്ധം ചെയ്തത് ജഡം യുദ്ധം ചെയ്യുക. ഹല്ലേലൂയ. പക്ഷെ യേശു എങ്ങനെയാ യുദ്ധം ചെയ്തത്? അപ്പൊ ഞാൻ ഇവിടെ തുടങ്ങിയത് വചനം കേട്ടു, അല്ലെങ്കിൽ യേശുവിനെ കേട്ടു, വചനം കൈക്കൊണ്ടു, ഈ യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ കൈക്കൊണ്ടു. ഇവർക്ക് ദൈവമക്കളാകാൻ ദൈവം അവസരം കൊടുത്തു. ദൈവമാരാ? ദൈവം ആത്മാവ. ദൈവമക്കളാകുമ്പോൾ നമ്മൾ ആത്മമക്കളായി തീരുക. ഹല്ലേലൂയ. അപ്പം ജഡം യുദ്ധം ചെയ്യുന്നത് പോലെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് യുദ്ധം ചെയ്യുന്നത് പോലെ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാവ് എങ്ങനെയാ യുദ്ധം ചെയ്യുന്ന? ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 22, 23 വാക്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ആത്മാവ് എങ്ങനെയാ യുദ്ധം ചെയ്യുന്നതെന്ന്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verse numbers 22 and 23 എന്ന് വായിച്ച്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. കണ്ടോ, 9 ഫലങ്ങൾ പറഞ്ഞിരിക്കുക. ഈ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രേറ്റ്, ക്യാരക്ടർ, സ്വഭാവ രൂപങ്ങള്, നമ്മളുടെ അകത്തൂന്ന് പുറത്തേക്ക് വരേണ്ട ഫലം അല്ലെങ്കിൽ സ്വഭാവങ്ങള്, ക്യാരക്ടർ ട്രേറ്റ്സ് എന്നതിനെ പറയും. അല്ലെ? ചിലവര് പറയത്തില്ലേ, ഓ അവന്റെ അപ്പന് ഭയങ്കര ദേഷ്യമാ, അതേ ദേഷ്യമാ അവനും ഉള്ളത്. പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലവര് പറയും, ഓ അവന്റെ അമ്മയോ മഹാപിശുക്കിയ, ആ പിശുക്കത്തരം മൊത്തം അവനും കിട്ടിയിട്ടുണ്ട്. പറയത്തില്ലേ? അല്ലെ? എന്താ? അവരുടെ അകത്തുനിന്ന് പുറത്തു വരുന്ന സ്വഭാവമാത്. ഹല്ലേലൂയ. അതൊക്കെ എന്തോ സ്വഭാവങ്ങളാ? അത് ജഡത്തിന്റെ സ്വഭാവങ്ങളാ. പക്ഷെ ഗലാത്യരുടെ ലേഖനം 5-ന്റെ 22, 23 എഫെസ്യരുടെ ലേഖനം 6-ന്റെ നമ്മള് 10 തൊട്ടുള്ള വാക്യങ്ങൾ, 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആത്മാവിന്റെ വെപ്പൺസ് നമുക്ക് കാണാൻ പറ്റും. എന്താ? ആയുധങ്ങൾ. അപ്പം യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധക്കളത്തിനകത്ത് നമ്മൾ ഭയന്ന് ഓടിപ്പോകുവാണെങ്കിൽ ജഡത്തിന്റെ സ്വഭാവമാണ് ഭയം. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിന്റെ സ്വഭാവമോ? ആത്മാവിന് ഭയമില്ല. ഹല്ലേലൂയ. ആത്മാവിന് കറേജാ ഉള്ളത്, ധൈര്യമാ ഉള്ളത്. സ്തോത്രം. അപ്പം നമ്മൾ എല്ലാ സമയവും യുദ്ധത്തിനകത്താ നിൽക്കുന്നത്. ചിലപ്പം ഭാര്യ ഭർത്താവിനെ വെറുതെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെ? കിഴിക്കൊണ്ടിരിക്കും. അല്ലേലും നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്ന ഒരു മനുഷ്യനെ എനിക്ക് അല്ലേലും അറിയാം, നിങ്ങൾ അങ്ങനെ എടുത്താൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയും, നിങ്ങൾ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യും, അല്ലെ? പറയത്തില്ലേ? അപ്പൊ ഈ മനുഷ്യൻ അവിടെ കുറെ കഴിഞ്ഞ ആൾക്ക് മടുത്തിട്ട് അയാൾ അങ്ങോട്ട് സിംഹം തിരിയുന്നത് പോലെ അങ്ങോട്ട് തിരിയും, അല്ലെ? എങ്ങനെയാ? അപ്പൊ രണ്ടുപേരും ജഡത്തിലാ സഞ്ചരിക്കുന്ന. വചനം പറയുന്നു, 2 കൊരിന്ത്യർ 10-ന്റെ 3 പറയുന്നു, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവര്. ഹല്ലേലൂയ.
പക്ഷേ നമ്മളുടെ അകത്ത് വികാരങ്ങൾ പൊങ്ങുക, ഓരോ വികാരം ഇങ്ങനെ പൊങ്ങുക. കുത്തണം, ദേഷ്യപ്പെടണം, വഴക്ക് പറയണം, വലിച്ചു കീറണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഇതിനെ ഒക്കെ നമ്മൾ അടക്കിയിട്ട് തിരിച്ചു നമ്മൾ പ്രതികരിക്കുന്നത് സ്നേഹത്തില്, സൗമ്യതയില്, സമാധാനത്തില്, ഐക്യതയില്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോ ഒരാളോട് നമ്മൾ പറയുമായിരിക്കും, വീട്ടിനകത്ത് ഒരു സിമ്പിൾ ഉദാഹരണം, ചായ ഗ്ലാസ് കുടിച്ചിട്ട് ചായയുടെ കപ്പ് ചില വീടുകളിലൊക്കെ പലവരും കുടിച്ചെടുത്ത് കൊണ്ടുവന്നങ്ങ് വെക്കും, അല്ലെ? എടുത്തോണ്ട് പോകത്തില്ല. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ചിലപ്പം ചായ കുടിച്ച കപ്പായിരിക്കാം, ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇട്ടേച്ചു ഊരിയിട്ട വസ്ത്രമായിരിക്കാം, ഇട്ടുകൊണ്ട് വന്ന് ചെരുപ്പായിരിക്കാം, കയ്യിൽ കൊണ്ടുവന്ന ഒരു സഞ്ചി ആയിരിക്കാം, ഒരു പേഴ്സ് ആയിരിക്കാം, ഒരു ബുക്ക് ആയിരിക്കാം, പല കാര്യങ്ങളും. നമ്മൾ കേട്ടിട്ടില്ലേ, എടുത്തെടുത്ത് കൊണ്ട് വെക്കത്തില്ല, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. അപ്പൊ നമ്മൾ വഴക്ക് പറയും, ഒന്നിൽ വഴക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ഒന്ന് എടുത്തോണ്ട് പോവുക. നമ്മൾ ആ പറയുന്ന നമ്മുടെ വായും കൊണ്ട് ചിലപ്പോൾ നമ്മൾ സമാധാനമായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ അകത്തുത്ഭവിച്ച ചിന്ത എങ്ങനത്തെ ചിന്തയാ, അകത്തുത്ഭവിച്ച വികാരം ഏത് വികാരമാ. നമ്മള് പുറമെ നമ്മൾ പറയുമായിരിക്കും, ആ കപ്പ് ഒന്ന് എടുത്ത് അടുക്കളയിൽ ഒന്ന് കൊണ്ട് വെക്കാമോ എന്ന് പറയുമായിരിക്കും. പക്ഷെ അകത്തിങ്ങനെ ദേഷ്യം ഇങ്ങനെ തിളച്ചു വന്നിട്ടാ പറയുന്നത്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഇങ്ങനെ തിളച്ചു വന്നിട്ടാ പറയുന്നത്. നമ്മൾ എങ്ങനെയാ യുദ്ധം ചെയ്തതപ്പം? നമ്മൾ യുദ്ധം ചെയ്തത് ആത്മാവ് യുദ്ധം ചെയ്തതുപോലല്ല, ജഡം യുദ്ധം ചെയ്തതുപോലെ. സ്തോത്രം. ഈ ചിന്ത അകത്ത് കടന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്, ദൈവം ഇത് അനുഭവിക്കുന്നുണ്ട്. എന്താ? കർത്താവ് എവിടെ വസിക്കുന്നത്? കർത്താവ് പുറത്തല്ല വസിക്കുന്നത്, കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ച് കയറിയിരിക്കുക. ഈ ഹൃദയത്തിനകത്തൂന്ന് പൊങ്ങുന്നത് ദേഷ്യത്തിലാണ്. പക്ഷെ പറയുക, നിങ്ങൾ ആ കപ്പ് ഒന്നെടുത്ത് അടുക്കളേക്കൊണ്ടൊന്ന് വെച്ചേ. അകത്തിങ്ങനെ പറയാ, ഈയോ ഈ മനുഷ്യൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, എപ്പോഴും എന്നെ കൊണ്ട് പണി എടുപ്പിക്കുക, അല്ലെങ്കിൽ കണ്ടില്ലേ ഇത്, അത് കണ്ടില്ലേ. യേശുവിനെ നമുക്കൊന്ന് നോക്കി പഠിക്കാം. യേശു എങ്ങനെയാ കൈകാര്യം ചെയ്തത്? ലൂക്കാസ് വിശേഷം 4-ാം അധ്യായത്തിനകത്തേക്കൊന്ന് വന്നേ. ലൂക്കാസ് വിശേഷം 4-നകത്ത്. അപ്പൊ ലൂക്കാസ് വിശേഷം 4-നകത്ത് വരുമ്പോ യേശു കർത്താവിനോട് പിശാച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലെ? ഞാൻ എന്നിട്ട് കൊറിന്ത്യർ 10-ലേക്ക് തിരിച്ചു വരാം. പിശാച് 4:3 ലൂക്കാ 4:3 അന്ന് വായിച്ച്. അപ്പോൾ പിശാച് അവനോട് നീ ദൈവപുത്രനെങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രൻ എങ്കിൽ. കണ്ടോ? ഒരു മിനിറ്റ് നിൽക്കട്ടെ. പിശാച് എങ്ങനെയാ ചോദിച്ചത്? നീ ദൈവപുത്രൻ എങ്കിൽ. നമ്മൾ ചിലപ്പം പറയത്തില്ലേ, വീട്ടിനകത്തൊക്കെ പിള്ളേരോട് പറയും, സ്നേഹത്തിൽ പറയുന്ന, നീ അപ്പായുടെ പൊന്നുമോളാണെങ്കിൽ പറയത്തില്ലേ? അതിന് ചിലപ്പം പറയും, നീ ആണാണെങ്കിൽ, നീ നല്ല പെൺകൊച്ചാണെങ്കിൽ, അല്ലേ? അപ്പൊ നീ നല്ല പെൺകൊച്ചല്ലേ? അല്ലെങ്കിൽ നീ പെണ്ണല്ലേ? അല്ലെങ്കിൽ നീ ആണല്ലേ? എന്തേലും സംശയമുണ്ടോ ആണാണെന്നും പെണ്ണാണെന്നും ഒക്കെ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം? എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷന്റെ വിത്ത് അകത്തിട്ടങ്ങ് കൊടുക്കുക. സ്നേഹത്തിലായിരിക്കും പറയുന്നത്, നീ അപ്പയുടെ പൊന്നുമോളാണെങ്കിൽ. എന്തിനാ അങ്ങനെ ആണെങ്കിൽ എന്ന് പറയുന്നത്? നീ അപ്പയുടെ പൊന്നുമോളല്ലേ? കണ്ടോ? ഉറപ്പ്. മറ്റേടത്ത് പറയാ, നീ പൊന്നുമോളാണെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ കേട്ട് 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 സ്ഥിരം ആണെങ്കിൽ, നീ ഈ വീട്ടിലെ ആണെങ്കിൽ, നീ പഠിക്കുമെങ്കിൽ, നീ ജോലി കിട്ടുമെങ്കിൽ, നിനക്കൊരു ജോലി ആകുമെങ്കിൽ, നമുക്കൊരു വീടാകുമെങ്കിൽ. യേശുവിനെ ഭയങ്കര വിശ്വാസ. വചനം വാ തുറന്നാൽ 24 മണിക്കൂറും വചനമാ പറയുന്നത്. പക്ഷെ എങ്കിൽ കേറി അങ്ങ് വരും. സ്തോത്രം. ഈ വിത്ത് അവിടെ കിടന്നങ്ങ് പെതുക്കെ മുളയ്ക്കും. ഒരു കുഞ്ഞ് ഇങ്ങനെ കേട്ട് വളരുക. നീ പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണെങ്കിൽ, നീ അപ്പന്റെ മോളാണെങ്കിൽ, ഈ ആണെങ്കിലൊക്കെ അകത്ത് കിടന്നങ്ങ് മുളയ്ക്കും. ഇത് മുളച്ച് വരുമ്പോ ഒരു പ്രായമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ ഈ കുഞ്ഞ് വീട്ടിൽ വന്ന് പറയത്തില്ല. എന്നുവെച്ചാൽ ആണെങ്കിൽ കിടക്കുന്നു, ആണെങ്കിൽ സംശയത്തിന്റെ വിത്ത് അവിടെ കിടക്കുന്നു. യുദ്ധം നടക്കുക. ഹല്ലേലൂയ. നിനക്ക് ജോലി കിട്ടുവാണെങ്കിൽ, നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് നമുക്കൊരു നല്ല വീടാകുമെങ്കിൽ, ആ എങ്കിലൊക്കെ കിടക്കുക. ഈ എങ്കിലൊക്കെ കിടക്കുന്നത് കാരണം കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല.
എന്നുവെച്ചാൽ വിശ്വാസിയുടെ വായിൽ നിന്ന് ക്രിസ്തുവിനെ യേശുവേ കർത്താവേ ഞങ്ങൾ വന്ന് രക്ഷിക്കണമേ, കർത്താവേ അങ്ങയുടെ ഹിതമെങ്കിൽ, കണ്ടോ, കർത്താവിന്റെ ഹിതം എന്തുവാന്ന് ഇതുവരെയായിട്ടും തിരിച്ചറിയത്തില്ല. അത് കാരണം കർത്താവിനോട് പറയാ, കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് ആ വീട് തരണമേ. സ്തോത്രം. വിത്തിട്ടങ്ങ് കൊടുത്തു. യുദ്ധം നടക്കുക. എങ്ങനെയാ നമ്മൾ യുദ്ധം ചെയ്തത്? ജഡത്തിൽ യുദ്ധം ചെയ്തു. ജഡത്തിൽ യുദ്ധം ചെയ്തിട്ട് ആ കൺഫ്യൂഷൻ മൊത്തം അങ്ങ് ഇട്ടുകൊടുത്തു. പറഞ്ഞു, വീടാകുവാണെങ്കിൽ, മോളുടെ കല്യാണം നടക്കുവാണെങ്കിൽ, ആ വാഹനം മേടിക്കുവാണെങ്കിൽ, എന്റെ കുടുംബജീവിതം സ്വസ്ഥമാകുവാണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് നെയ്യ് കർത്താവിന് കൊടുത്തേക്കാം. സ്തോത്രം. കണ്ടോ? ഹല്ലേലൂയ. പക്ഷെ യേശു എങ്ങനെയാ കൈകാര്യം ചെയ്തത്? പിശാച് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ. അപ്പം യേശു കർത്താവ് 4 പറഞ്ഞു, നോ, ദ സ്ക്രിപ്ചേഴ്സ് സേ. കണ്ടോ? ദൈവവചനം ഇങ്ങനെ പറയുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ്? പിശാച് പറഞ്ഞു, നീ കല്ലിനോട് അപ്പമാകാൻ പറയ്, നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പൊ യേശു കർത്താവ് പറയാ, വചനമായ ഞാൻ, ദ സ്ക്രിപ്ചേഴ്സ്. അവിടെ ഒരു കൺഫ്യൂഷനും വന്നില്ല. അവിടെ കർത്താവ് പറഞ്ഞില്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. നോ, യേശുവിന് നല്ല ഉറപ്പായിരുന്നു ദൈവത്തിന്റെ ഓമന കുമാരനാണെന്ന്, ദൈവമാണെന്ന്. ഹല്ലേലൂയ. വിരൽ ഞൊടിച്ചാൽ സംഭവങ്ങൾ സംഭവിക്കുമെന്ന് നല്ല ഉറപ്പായിരുന്നു. ആ ഉറപ്പിൽ നിന്ന് കർത്താവ് പറഞ്ഞു, ഇല്ല, വചനം ഇങ്ങനെയാ പറയുന്നത്, സത്യം ഇതാണ്. കണ്ടോ? നീ ആണെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ സത്യം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്താ പറഞ്ഞു കൊടുത്ത്? വചനമായ വാളെടുത്തു. ഹല്ലേലൂയ. യേശു കർത്താവ് സത്യം ഇതാണെന്ന് പറഞ്ഞിട്ട് വാളായ വചനം എടുത്തു. വാളായ വചനമാണ് ലൂക്കാ 4:4 പറഞ്ഞത്, മനുഷ്യര് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ? സ്തോത്രം. അപ്പം യേശു കർത്താവ് എന്ത് ചെയ്തു? വചനമായ വാളെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് വരുമ്പം പൗലോസും സീലാസും ജയിലിനകത്ത് കിടക്കുക. അപ്പൊ ഈ ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ. എന്തിനാ യേശു കർത്താവ് വാളെടുത്തത്? എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല, നിങ്ങൾ കാണാത്ത വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാ നിങ്ങൾക്ക് ഈ പോരാട്ടം. അപ്പൊ നിങ്ങളുടെ അകത്ത് സംശയം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സംശയത്തിന്റെ ഒരു ചോദ്യം വന്നപ്പോ, സംശയത്തിന്റെ ഒരു വിഷയം വന്നപ്പോ വചനമായ വാളെടുക്കണം, അല്ലേ? അതാ അപ്പോസ്തലൻ എഫെസ്യരുടെ ലേഖനം 6-നകത്ത് പറയുന്ന വചനമായ വാള് കയ്യിൽ എടുക്കണം. സ്തോത്രം. ഈ വാള് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ എവിടെ കൺഫ്യൂഷൻ വരുന്നോ, എവിടെ ഡൗട്ട് വരുന്നോ, ആ ഡൗട്ടിനെ വേരോടെ പറിച്ചു മാറ്റണം വചനമായ വാളെടുത്തിട്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് വരുമ്പോ പൗലോസും സീലാസും ജയിലിനകത്ത് കിടക്കുക. അവര് ശരിക്കും ഡിപ്രഷനും ടെൻഷനും കൊണ്ട് അവര് വട്ടുപിടിക്കേണ്ടതാ. സാധാരണ മനുഷ്യനാണെങ്കിൽ, അയ്യോ ജയിലിനകത്താ, ഇനി എന്തൊരു പരിപാടിയാ, കർത്താവേ നിന്നെ വിശ്വസിച്ചിട്ട് എങ്ങും നീ ഇങ്ങനൊക്കെ ചെയ്തല്ലോ, അയ്യോ കർത്താവിനെ അറിയുന്തോറും പ്രതികൂലമാ സഹോദരി, ഭയങ്കര വിഷയമാ, കർത്താവിനെ അറിയുന്തോറും പ്രശ്നമാണെന്നേ. കണ്ടോ? ഇതാ പ്രശ്നം അവിടെ. എന്നിട്ട് 10 സങ്കടങ്ങളും നിലവിളിയും ഒക്കെ എന്നിട്ട് പറഞ്ഞ് ലാസ്റ്റിൽ കരഞ്ഞും നിലവിളിച്ചും കഴിഞ്ഞെല്ലാം പറഞ്ഞേന്, കർത്താവേ നിന്റെ ഹിതമെങ്കിൽ എന്നെ ഈ ജയിലിനകത്തുനിന്ന് ഇറക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടത അനുഭവിച്ച് ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞേനെ, അല്ലേ? പക്ഷെ പൗലോസിനും സീലാസിനും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അറിയാമായിരുന്നു. സ്തോത്രം. അവരെന്ത് ചെയ്തെന്നറിയോ? ഗലാത്യരുടെ ലേഖനം 5:22-23 നമ്മൾ വായിച്ചപ്പം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ജോയ്, സന്തോഷം. അവര് ജയിലിനകത്ത് കിടന്ന് അവരങ്ങോട്ട് സന്തോഷിച്ചു. അവരുടെ ചങ്ങലയ്ക്കകത്ത് കിടന്ന് അവരെ കിലുക്കം പാടി, അവരുടെ നാവിനെ ആർക്കും സൂചി കൊണ്ട് കുത്തിക്കെട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് അവര് നാവിനെ അങ്ങോട്ട് ചലിപ്പിച്ചു. വചനം പറയുന്നത് ഇവരുടെ സന്തോഷം അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ജഡത്തിൽ കെട്ടിവെച്ച ചില ചങ്ങലകൾ അങ്ങോട്ട് അഴിഞ്ഞു. ഇവരുടെ മാത്രമല്ല, ചുറ്റിനും കിടന്ന് ആ ജയിലിനകത്ത് കിടന്ന് പൂട്ടിക്കെട്ടി കിടന്ന് ആൾക്കാരുടെ ചങ്ങലകൾ വരെ അഴിഞ്ഞു. ഹല്ലേലൂയ. ഇവര് കണ്ടു യുദ്ധം ചെയ്തത് എങ്ങനെയാന്ന്? ഇവര് യുദ്ധം ചെയ്തത് ജഡത്തിലല്ല, ആത്മാവില. ഹല്ലേലൂയ. തിരിച്ചു വരാം 2 കൊരിന്ത്യർ 10-നകത്ത്. ഹല്ലേലൂയ. 10:4 പറയുന്നു, we use God's mighty weapons. കണ്ടോ? ദൈവം എത്ര ആയുധങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവിക സമാധാനം ഒരു ആയുധമാണ്. ഹല്ലേലൂയ.
ഒന്ന് നോക്കിക്കേ, അടുത്ത തവണ ആരെങ്കിലും ഒന്ന് കിരികിരിന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് പറയാതൊന്ന് സമാധാനത്തിലൊന്ന് ഇരുന്നേ, ഒന്ന് സ്വസ്ഥതയ്ക്കകത്തേക്കൊന്ന് പ്രവേശിച്ചേ. കർത്താവ് പറയുന്നത് ഈ സ്വസ്ഥതയ്ക്കകത്തേക്ക് കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ ലഭിക്കത്തില്ല, നിങ്ങൾക്ക് നിത്യജീവിതം പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാ പറയുന്നത്. പലവരും ഓർക്കും ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ടാ ഞാൻ സ്വസ്ഥതയ്ക്കകത്തേക്ക് കയറി. അല്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ല, ക്രിസ്തുവിനെ അറിഞ്ഞാൽ ഞാൻ അങ്ങ് മരിക്കണം, ഞാൻ തീർന്നു. പിന്നെ സ്വസ്ഥത. എന്ത് വേണേലും നടക്കട്ടെ, എത്ര വേണേലും പറയട്ടെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ എന്ത് വേണേലും കാണട്ടെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. സ്വസ്ഥത. ഹല്ലേലൂയ. കണ്ടോ, വി യൂസ് ഗോഡ്സ്. എങ്ങനെയാ 4-ാം വാക്യം ഒന്ന് വായിച്ച്, 2 കൊരിന്ത്യർ 10:4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്ക ദൈവശക്തി ഉള്ളത്. ഓ, ശക്തിയുള്ള ആയുധം. ഇംഗ്ലീഷിനകത്ത് അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പറയുന്നതെന്നറിയോ? ഇങ്ങനെയാ പറയുന്നത്, വി യൂസ് ഗോഡ്സ് മൈറ്റി വെപ്പൻസ്. കണ്ടോ, ഞങ്ങള് ദൈവത്തിന്റെ ഭയങ്കര ശക്തിയുള്ള ആയുധങ്ങളാ ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ നോട്ട് വേൾഡ്ലി വെപ്പൻസ്. എന്നിട്ട് ആ വെപ്പൺസിനെ കുറിച്ച് പറയുന്ന, ആ ആയുധങ്ങളെ കുറിച്ച് പറയുന്നു. ആ ആയുധങ്ങൾക്ക് മനുഷ്യന്റെ ബുദ്ധിയിലുള്ള ചിന്തകളെയും കള്ള നിരൂപണങ്ങളെയും തകർക്കാൻ ശക്തിയുള്ള ആയുധങ്ങള്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഒക്കെ സംശയിക്കുന്നുണ്ടോ, ഈ അമ്മായിയമ്മ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തിട്ട് അത് ഞാൻ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്ന, ഇങ്ങനെ എന്നോട് പറയുന്നേ? ആയുധം എടുക്കുന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനമായ ആയുധം എടുത്തിട്ട് അവിടെ യുദ്ധം ചെയ്യാൻ പഠിക്ക്. ആ പിൻപിൽ നിൽക്കുന്ന കള്ളത്തരങ്ങളെ, ദുഷ്ടപിശാചിന്റെ സകല കള്ളത്തരങ്ങളെ യേശുവിന്റെ വചനമായ ആയുധം കൊണ്ട് ഞാൻ അതിനെ പൊളിച്ചു മാറ്റുന്നു എന്ന് പറ. മനോഭാവങ്ങൾ മാറട്ടെന്ന് പറ. അവരെ ഒന്ന് അനുഗ്രഹിക്ക്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഭർത്താവ് യേശുവിന്റെ നാമത്തില് ഞാൻ പറയുന്നതും സ്വർഗം പറയുന്നതും മാത്രമേ കേൾക്കാവൂ. അയാളുടെ മനോഭാവം മാറട്ടെ. കള്ളത്തരങ്ങളും നുണകളും പണിത് പൊക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്. നിങ്ങൾ കേട്ടോ? നിങ്ങളെ കേൾക്കുകയാണോ അമ്മായിയമ്മ കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്തത്? അഥവാ നിങ്ങൾ കേട്ടെങ്കിൽ കർത്താവിനോട് പറയാൻ, കർത്താവെ, അവരുടെ നാവും കൊണ്ട് തന്നെ അവർ തിരിച്ചു പറയാൻ ഇടയാകണം. അവരുടെ യേശുവിന്റെ സ്നേഹം അവരൊന്ന് അറിയട്ടെ. സ്തോത്രം. അല്ലാതെ അവിടെ നിന്ന് ബഹളവും വെച്ച് കുറ്റവും പറഞ്ഞ് കോലിളക്കം സൃഷ്ടിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നുണ മൂലം, പരിശുദ്ധാത്മാവ് പറയുന്നു, നുണ മൂലം തകർന്ന കുടുംബ ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. കള്ളത്തരങ്ങൾ വിത്ത് വീണിട്ട് ആ വിത്തുകൾ മുളച്ചിട്ട് അതിന്റെ ഫലമായി കുടുംബജീവിതങ്ങൾ തകർന്ന കുടുംബജീവിതങ്ങളുണ്ട്. ഇന്ന് യേശുവിന്റെ നാമത്തില് ആ കുടുംബ ബന്ധങ്ങൾ റിസ്റ്റോർ ആവട്ടെ. യേശുവിന്റെ നാമത്തില് കള്ളപ്പിശാചിന്റെ സകല കള്ളത്തരങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു നിർവീര്യമായി മാറട്ടെ. ഹല്ലേലൂയ. കുടുംബങ്ങൾ ഐക്യതയ്ക്കകത്തേക്ക് വരട്ടെ. സ്തോത്രം. ഇന്ന് തീരുമാനമെടുത്തേ, ഞാൻ യുദ്ധം ചെയ്യാൻ പോകുക, പക്ഷെ ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളെ വഹിച്ചുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ദേഷ്യത്തിലൊന്നും പറയാതെ ഹൃദയത്തിനകത്തെ ചിന്തകളെ ഒന്ന് പരിശോധിച്ചു നോക്കിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ചിന്തനകളെ അറിയുന്ന നല്ല കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ഞാന് എന്റെ യുദ്ധം മാറ്റി ചവിട്ടാൻ പോവാ. ഞാൻ വേറെ വിധത്തിലാണ് ഞാൻ ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഞാൻ കരയത്തില്ല, നിലവിളിക്കത്തില്ല. കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടോ, സമാധാനത്തില്, സന്തോഷത്തില്, ദീർഘക്ഷമയില്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് അങ്ങനെ ചെയ്തേ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ തടസ്സങ്ങളെ മാറ്റി പണിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ബൈബിളിനകത്തുള്ള വീരന്മാരെല്ലാരും ഇങ്ങനെയാ യുദ്ധം ചെയ്തത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നോക്കുന്നിടമെല്ലാം നിനക്ക് തരാം. എന്താ പറയാൻ കാരണമെന്നറിയോ? നല്ല ഭൂമിയോട് അങ്ങോട്ട് വന്നപ്പോ ലോത്തിനോട് അബ്രഹാം ഒരു മഹാമനസ്കനായിരുന്നു. അബ്രഹാം പറഞ്ഞു, ലോത്തെ, നിനക്ക് വേണ്ടത് നീ എടുത്തോ, എന്നിട്ട് ഞാൻ ബാക്കി എടുത്തോളാം. ലോത്ത് കൂടെ നടന്നിട്ട് അസൂയ പിടിച്ചിട്ട് കിട്ടുന്നത് മൊത്തം വേണമായിരുന്നു ലോത്തിന്. ലോത്ത് എന്ത് ചെയ്തു? ഏറ്റവും നല്ല കൊഴുത്ത ഭൂമി നോക്കി പെറുക്കിയെടുത്തു. നമ്മൾ വല്ലതായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ലോത്തെ, നീ എന്തൊരു പരിപാടിയാ ചെയ്യുന്നേ, എനിക്ക് അവകാശപ്പെട്ടതാ നീ എടുക്കുന്നേ, നീ ഇങ്ങോട്ട് തന്നേ, കുശുംബിച്ചേനെ. പക്ഷെ അബ്രഹാം ഒന്നും ചെയ്തില്ല. അബ്രഹാം മിണ്ടാതിരുന്നു. ലോത്ത് കൊഴുത്തതും എടുത്തോണ്ട് പോയി. പക്ഷെ ദൈവം തിരിഞ്ഞിട്ട് പറഞ്ഞു, ഓ,
ഹാലലുയ്യ, വചനത്തിനകത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഒരുപക്ഷെ അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു കാണും, കുഞ്ഞെ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടമായി, നീ ദീർഘക്ഷമയോടെ നീ ആ വിഷയം കൈകാര്യം ചെയ്തു, നിന്റെ അകത്ത് അസൂയയില്ലായിരുന്നു, പകയില്ലായിരുന്നു, വെറുപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നീ നോക്കുന്നിട എല്ലാം നിനക്ക് ഞാൻ തരാൻ പോവാ. ഹാലിയ, നീ കാല് വെക്കുന്നിടം എല്ലാം ഞാൻ നിന്റെ അവകാശമാക്കി തരാൻ പോവാ. നമുക്ക് ആ വചനത്തിനകത്തേക്കൊന്ന് വരാം. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ് ഓഫ് ഗോഡ്. ഹാലിയ, ഹാലലൂയ, സ്തോത്രം. നമുക്കൊന്ന് വരാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം, ഹാലലൂയ, അതിന്റെ 12-ാമത് ഹാലലൂയ, സ്തോത്രം. 12 ഒന്ന് വായിച്ചേ. യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അതല്ല ഞാൻ നിന്നെ അതല്ല ഞാൻ പറയാം, അത് ഞാൻ വചനം എടുക്കാം. ലോത്തിന് ഭൂമി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അതിന്റെ മുമ്പായിട്ട് അതിന്റെ ഞാൻ വചനം എടുക്കാം. അപ്പം ആ സ്ഥലത്ത് വന്നപ്പം എന്ത് സംഭവിച്ചു? അബ്രഹാമിന് കിട്ടേണ്ട നന്മയും കൂടെ ഈ ലോത്ത് എടുത്തപ്പം ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് എന്ത് ചെയ്തു? ഏറ്റവും നല്ല സ്ഥലം നോക്കി, ഹാലലൂയ, അബ്രഹാമിന് ദൈവം കൊടുത്തു. അത് വായിച്ചേ 13. അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്ത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അപ്പം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, 14-15. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. കണ്ടോ? ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിച്ചത് കണ്ടോ? അബ്രഹാം ജഡത്തിലല്ല ആ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്ത്, അബ്രഹാം ആ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്തത് ആത്മാവില. ഹല്ലേലൂയ. വീട്ടിനകത്തൊക്കെ അപ്പനമ്മമാരൊക്കെ വസ്തുവൊക്കെ വിഭാഗിക്കുമ്പോൾ പല കുടുംബങ്ങളും തകർന്നു പോകുന്ന ആ ഒരു കാരണവശാലല്ലേ, എനിക്ക് തന്നില്ല, അവനുള്ളതെല്ലാം കൊടുത്തു എന്ന്. പക്ഷെ അബ്രഹാമിനോടും അങ്ങനെയാ സംഭവിച്ചത്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം 100 ഇരട്ടി മടക്കി കൊടുത്തു. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ വചനം ഇന്ന് ഓരോരുത്തരോടും ഇടപെടുന്നത്, ജഡത്തിലല്ല നമ്മുടെ യുദ്ധങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ആത്മാവിൽ കൈകാര്യം ചെയ്യണം. മറക്കല്ല, ഗലാത്തി 5:22-23 എഫെസ്യർ 6:10-18 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഇതിങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതൊരു 5-6 മണിക്കൂർ എടുക്കേണ്ടി വരും. പക്ഷെ നമുക്കിത് ഇവിടെ നിർത്താം. ഇന്ന് നിസ്സാരമായിട്ടൊന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവെ, എൻ്റെ അകത്ത് പൊങ്ങുന്ന വികാരങ്ങൾ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ, എൻ്റെ അകത്ത് പൊങ്ങുന്ന വികാരങ്ങളെ കുറിച്ച് എനിക്ക് ബോധമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ഈ വികാരം സ്നേഹമുള്ളതും സമാധാനമുള്ളതും സന്തോഷമുള്ളതും പ്രത്യാശയുള്ളതും ദീർഘക്ഷമയുള്ളതും ഒക്കെ ആയി തീരുവാൻ പരിശുദ്ധാത്മാവിനൊന്ന് പ്രാർത്ഥിച്ച്. യുദ്ധം മുറുകി വരുമ്പോൾ ആയുധമായി വചനം ഒന്നെടുത്തേ, ആയുധമായി സമാധാനം ഒന്നെടുത്തേ, ഐക്യത ഒന്നെടുത്തേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കുടുംബങ്ങളൊന്ന് റിസ്റ്റോർഡ് ആവട്ടെ, ബന്ധങ്ങളൊന്ന് റിസ്റ്റോർഡ് ആവട്ടെ, യഥാസ്ഥാനപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം, ബലപ്പെടുത്തണം. ഈ വചനം ക്രിയ ചെയ്ത് മടങ്ങി വരുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സകല കൃപയും കൂടെ ഇരിക്കട്ടെ. അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.